ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്നേഹേ, ധനുഷ് എവിടെ പോയെന്നാ നിന്നോട് പറഞ്ഞത്? നന്ദിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു ബിസിനസ് ടൂറിന് പോകുന്നു എന്നോട് പറഞ്ഞു. ബിസിനസ് ടൂറിന്? കഷ്ടം. നീ അവൻ പറയുന്നതെല്ലാം അങ്ങ് വിശ്വസിച്ചല്ലേ? അവൻ നിന്നെ ചതിക്കാണ്, നീ ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്ക. അവൻ പോയതേ നന്ദേട്ടൻ പ്ലാൻ ചെയ്ത ബിസിനസ് ടൂറിനൊന്നും അല്ല. അവൻ പോയതേ ആ അനൂപിനെ രക്ഷിക്കാനാ. അവന്തികേട്ടത്തിയുടെ ഈ കാര്യം ആരാ പറഞ്ഞേ? ആ, എന്നോട് പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ കേട്ടത് സത്യം. എന്നിട്ട് ധനുഷ് ഇപ്പൊ എവിടെയുണ്ട്? ഇവിടെ നടന്ന കാര്യങ്ങൾ വലുത് അവൻ അറിഞ്ഞോ? ധനുഷ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങളൊക്കെ ഞാൻ ധനുഷിനെ പറഞ്ഞ് മനസ്സിലാക്കിയതാ. നീ ഇത്രയ്ക്ക് മണ്ടിയായി പോയോ? നിനക്ക് എന്തറിയാം? ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ജാമ്യം കിട്ടിയത് മുതൽ ധനുഷ് അവരോടൊപ്പം ഉണ്ടായിരുന്നു. അർച്ചനയും സച്ചിയും പറഞ്ഞിട്ടാ ധനുഷ് ഇതെല്ലാം ചെയ്തത്. അനൂപിനെ കൊണ്ടുപോയി ഒളിവിൽ താമസിപ്പിച്ചതും ധനുഷായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അവന്റെ ജീവനും കൂടെ അപകടത്തിലായി. എന്താ പറഞ്ഞേ? ധനുഷിന് എന്താ പറ്റിയേ? ഇവിടെ നിന്നിറങ്ങിയ ചെങ്കൽ മധു സംഘവും നേരെ ചെന്ന് കയറിയത് ധനുഷ് അനൂപിനെ ഒളിപ്പിച്ചിരുന്ന സ്ഥലത്തേക്കാണ്. അവരെല്ലാരും കൂടെ ചേർന്ന് രണ്ടെണ്ണത്തിനെയും അടിച്ച് ശരിയാക്കി എടുത്തോണ്ട് പോയെന്നാ കേട്ടത്. അയ്യോ, എന്റെ ധനുഷ്. കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. അച്ഛാ, എന്റെ ധനുഷിനെ രക്ഷിക്കണം. അച്ഛൻ എത്രയും പെട്ടെന്ന് പോലീസിന് വിവരം അറിയിക്കണം. പോലീസിനെ അറിയിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അല്പം മുമ്പ് ഈ വീട്ടിൽ നടന്നതൊക്കെ നീയും കണ്ടതല്ലേ? അപ്പൊ പിന്നെ അവരെ കൈ കിട്ടിയാ അത് എന്തൊക്കെ ചെയ്യുന്ന എങ്ങനെ പറയാൻ പറ്റും? മോള് കരയാതെ സമാധാനമായിട്ടിരിക്കും. എന്തായാലും അർച്ചനയും സച്ചിയും പോയിട്ടുണ്ടല്ലോ, അവരെന്തെങ്കിലും സമാധാനം ഉണ്ടാക്കും. എന്റെ ജീവിതം കൂടെ തകർക്കലേന്ന് ഞാൻ അവരോട് 100 വട്ടം പറഞ്ഞതാ. എന്നിട്ട് അർച്ചനെടുത്തി സച്ചേട്ടനും കൂടെ ധനുഷിനെ വിളിച്ചോണ്ട് പോയില്ലേ? എന്നോട് കള്ളം പറഞ്ഞിട്ടാ പോയത്. ഇനിയിപ്പോ വരുന്നത് എല്ലാവർക്കും കൂടി അങ്ങ് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ലാതെ ഇപ്പൊ എന്ത് പറയാം? അനൂപിനെ കിട്ടിയ തീർക്കാനുള്ള വാശിയിലാ മധു പോയത്. കൂട്ടത്തിൽ അനൂപിനെ രക്ഷിച്ചവനെ കൂടെ കിട്ടിയ അവര് പിന്നെ അവനെ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കോ? മോളെ കരയാതെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഞാൻ അർച്ചന ഒന്ന് വിളിക്കട്ടെ. രണ്ടുപേരെയും ഫോണിൽ കിട്ടുന്നില്ല മോളെ. എന്തൊക്കെ സംഭവിച്ചു കാണുന്ന ആർക്കറിയാം? ധനുഷിനൊന്നും പറ്റാതിരിക്കാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കാം.